കുറച്ചേറെ ദിവസമായി എൻ്റെ ഉള്ളിൽ കിടന്നു വിങ്ങുന്ന ഒരു ദൈവിക ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ദൈവിക സന്ദേശം നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥ പറയാം. ഒരിക്കൽ ഒരു ഇരുമ്പ് പണിക്കാരനായ കൊല്ലൻ ഒരു വലിയ കഷ്ണം ഇരുമ്പ് വാങ്ങിക്കൊണ്ട് വന്നു. തൻ്റെ തിളച്ചുമറിയുന്ന ആലയ്ക്കകത്തേക്ക് ആ ഇരുമ്പിൻ കഷ്ണമായി അദ്ദേഹം പ്രവേശിച്ചു. ആ ഇരുമ്പിനെ 4 കഷ്ണങ്ങളായി ആ കൊല്ലൻ മുറിച്ചു മാറ്റി. ആ 4 കഷ്ണങ്ങൾ കൊണ്ട് 4 തരത്തിലുള്ള ഉപകരണങ്ങളെ ഉണ്ടാക്കുക എന്നതായിരുന്നു ആ കൊല്ലൻ്റെ ഉള്ളിലെ ഉദ്ദേശം. ആ കൊല്ലൻ ആദ്യത്തെ കഷ്ണം എടുത്തു. അതുകൊണ്ട് മനോഹരമായ തടിയുള്ള പിടിയുള്ള ഒരു കറിക്കത്തി ഉണ്ടാക്കി. എന്നിട്ടത് വിൽപ്പനയ്ക്ക് വേണ്ടി പുറത്തേക്ക് എടുത്തു വെച്ചു. രണ്ടാമത്തെ ഇരുമ്പിൻ കഷ്ണം കൊണ്ട് അവൻ മനോഹരമായ ഒരു വെട്ടുകത്തി ഉണ്ടാക്കി. മൂർച്ചയേറിയ ബലമുള്ള ഒരു വലിയ വെട്ടുകത്തി. ആ വെട്ടുകത്തിയും പിടിയിട്ട് മിനുക്കി രാഗി മൂർച്ചയുള്ളതാക്കി മാറ്റി അവൻ വിൽപ്പനയ്ക്ക് വേണ്ടി പുറത്തേക്ക് എടുത്തു വെച്ചു. മൂന്നാമത്തെ ഇരുമ്പിൻ കഷ്ണം കൊണ്ട് അവൻ മരത്തിൻ്റെ ചുവടുകളെ മുറിക്കാൻ കഴിയുന്ന ഒരു വലിയ കോടാലി ഉണ്ടാക്കി. ആ കോടാലിക്ക് പിടിയിട്ടു മൂർച്ച വരുത്തി അത് വിൽപ്പനയ്ക്ക് വേണ്ടി പുറത്തേക്ക് എടുത്തു വെച്ചു. നാലാമത്തെ ഇരുമ്പിൻ കഷ്ണമാകട്ടെ അതിനെ അവൻ ആലയിൽ പഴുപ്പിച്ച് അടിച്ചു പരത്തി അതീവ മൂർച്ചയുള്ള ഒരു അസ്ത്രമാക്കി മാറ്റി. അങ്ങനെ ഒരേ ഇരുമ്പിൻ്റെ ധാതുവിൽ നിന്ന് 4 ഉപകരണങ്ങൾ പുറത്തു വന്ന ഈ 4 ഉപകരണങ്ങളും ഒരുമിച്ച് കൊല്ലൻ്റെ ആലയുടെ മുൻപിൽ വിൽപ്പനയ്ക്ക് വേണ്ടി നിരന്നിരിക്കവേ അവർ അന്യോന്യം നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, കണ്ടോ, ഞാനാണ് കേമൻ, ഞാനാണ് മൂർച്ച കൂടിയത്, എൻ്റെ ആകൃതി കണ്ടോ, എൻ്റെ രൂപം കണ്ടോ. ഇങ്ങനെ പലതരത്തിലുള്ള അവകാശവാദങ്ങൾ ഓരോ ആയുധങ്ങളും നിരത്തി. വഴിപോക്കറിൽ പലരും ആ ആയുധങ്ങൾ പലതും കണ്ടു. അതിൽ വീട്ടിലേക്ക് കറിക്കരിയാൻ ഒരു കത്തി അന്വേഷിച്ച് നടന്ന ഒരു മനുഷ്യൻ കറിക്കത്തി വാങ്ങിക്കൊണ്ടുപോയി. മരം വെട്ടുന്നതിന് വേണ്ടി ഒരു വെട്ടുകത്തി നോക്കി നിന്നവൻ ആ വെട്ടുകത്തിയും വാങ്ങിപ്പോയി. മരം മുറിക്കാൻ ഒരു കോടാലി അന്വേഷിച്ച് വന്നവൻ ആ കോടാലിയും വാങ്ങിച്ചു. ഒടുവിൽ ഒരു സൈന്യാധിപൻ വന്നിട്ട് ആ അസ്ത്രത്തെയും വാങ്ങിക്കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാ ദിവസവും പച്ചക്കറി അരിയുന്നതിന് വേണ്ടി മൂർച്ചയുള്ള കറിക്കത്തിയെ വീട്ടിൽ ഉപയോഗിക്കാറുണ്ട്. വല്ലപ്പോഴും ഒക്കെ കാട് വെട്ടി തെളിക്കുന്നതിന് വേണ്ടി വെട്ടുകത്തി ഉപയോഗിക്കാറുണ്ട്. മരത്തിൻ്റെ ചുവടുകൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി വല്ലപ്പോഴും ഒക്കെ ഈ കോടാലി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ഉപയോഗിക്കപ്പെടാതെ പൂണിയിൽ മൂർച്ചയുണ്ടായിട്ടും എണ്ണമയമുണ്ടായിട്ടും കഴിവുണ്ടായിട്ടും പ്രാപ്തി ഉണ്ടായിട്ടും ഉപയോഗിക്കപ്പെടാതെ ഇരിക്കുന്ന മറ്റൊരായുധം കൂടി ഉണ്ടായിരുന്നു. അതായിരുന്നു കൊല്ലൻ പണിതെടുത്ത അമ്പ്. ഞാൻ ഇങ്ങനെ ഒരു സങ്കല്പം പറയാം. എന്നെങ്കിലും ഒരു നാൾ ഇവർ തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാകുകയാണെങ്കിൽ കറിക്കത്തി പറയും, എന്നെ കണ്ടോ, നീ ഡെയിലി എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് എല്ലാ ദിവസവും എന്നെക്കൊണ്ട് പ്രയോജനമുണ്ട്. നിന്നെക്കൊണ്ട് എന്തോ പ്രയോജനമുണ്ട്? വെട്ടുകത്തി അല്പം വേദനയോടെയാണ് പറയും, കറിക്കത്തിയെ, നിന്നെപ്പോലെ ബിസി ഷെഡ്യൂളിൽ എല്ലാ ദിവസവും ഞാൻ ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിലും വല്ലപ്പോഴും മാസത്തിൽ ഒരു 5 തവണയെങ്കിലും ഞാൻ ഉപയോഗിക്കപ്പെടാറുണ്ട്. കോടാലി അതിനേറെ വേദനയോടെ പറയും, നിങ്ങൾക്ക് മാസത്തിലും ആഴ്ചയിലുമൊക്കെ നിങ്ങൾ മനുഷ്യർ കൈകാര്യം ചെയ്യപ്പെടുന്ന രീതി ഉപയോഗിക്കപ്പെടുന്നവരാണല്ലോ. ഞാനൊരു പക്ഷേ 2-3 മാസം കൂടുമ്പോൾ വലിയ മൺമരങ്ങളെ വെട്ടിമറിക്കുന്നതിന് വേണ്ടി ഞാനും പ്രയോജനപ്പെടാറുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയാതെ വേദനയോടെ നിൽക്കുന്ന ഒരു ഉപകരണമുണ്ട്. അതിൻ്റെ പേരാണ് അസ്ത്രം. അങ്ങനെ ഇരിക്കവെയാണ് ആ നാട്ടിൽ വലിയൊരു യുദ്ധമുണ്ടാകുന്നത്. ശത്രു രാജ്യങ്ങൾ ആക്രമിക്കുന്നതിന് വേണ്ടി ആ രാജ്യത്തിലേക്ക് കടന്നു വന്നു. കറിക്കത്തിക്ക് ഒന്നും ചെയ്യാനില്ല, വെട്ടുകത്തിക്കും ഒന്നും ചെയ്യാനില്ല, മരം മുറിക്കുന്ന ഈ കോടാലിക്കും ഒന്നും ചെയ്യാനില്ല. എന്നാൽ സൈന്യാധിപൻ്റെ പൂണിക്കകത്ത് കിടക്കുന്ന ഈ ആയുധം തൻ്റെ രാജ്യത്തെ ആക്രമിച്ച് ശിഥിലഭിന്നമാക്കുവാൻ കയറി വരുന്ന ശത്രു രാജ്യത്തിൻ്റെ ശിരസ് ഭേദിച്ചുകൊണ്ട് വിജയത്തെ സമ്മാനിച്ചപ്പോൾ അന്ന് ഒരേ ഇരുമ്പിൻ്റെ അയിരിൽ നിന്ന് വെട്ടിയെടുത്ത മറ്റെല്ലാ ആയുധങ്ങളും പറഞ്ഞു, അമ്പേ, നീയാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കേമൻ. എന്നെ കേൾക്കുന്ന അനേകരുടെ ജീവിതത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കഥയാണിത്. ഒരേ കോളേജിൽ പഠിച്ച്, ഒരേ സെമിനാരിയിൽ പഠിച്ച്, ഒരേ ഓഫീസിൽ ജോലി ചെയ്തിട്ട് പലയിടങ്ങളിൽ പല മേഖലകളിൽ എത്തപ്പെട്ടവരുണ്ടായിരിക്കാം. ചിലരൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ചിന്തിക്കുന്നതനുസരിച്ച് എല്ലാ ദിവസവും അവർ ബിസി ഷെഡ്യൂളിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. വലിയ സാമ്പത്തികമോ ആത്മീകമോ ശുശ്രൂഷയിലോ ഒക്കെ വലിയ ഉയർച്ചയും എല്ലാ ദിവസവും മീറ്റിങ്ങുകളുള്ളവരൊക്കെ ആയിരിക്കാം. എന്നാൽ മറ്റു ചിലർ അങ്ങനെ ആകണമെന്നില്ല. വെട്ടുകത്തിയെ പോലെ വല്ലപ്പോഴുമൊക്കെ വല്ല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നവരായിരിക്കാം. ഒരുപക്ഷെ മറ്റു ചിലർ ഇങ്ങനെയും ആകണമെന്നില്ല. ദൈവം അവരെ ഒരുപക്ഷെ ഉപയോഗിക്കുന്നത് മാസത്തിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 2 തവണയൊക്കെയോ ഒരു മരം വെട്ടി പോലെ മാത്രമായിരിക്കാം. എന്നാൽ ഒരിക്കൽ പോലും വിളിക്കപ്പെട്ടിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടും മൂർച്ചയുണ്ടായിട്ടും കഴിവുകളുണ്ടായിട്ടും പ്രാപ്തി ഉണ്ടായിട്ടും നിങ്ങളെ ദൈവം ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്നൊരു തോന്നൽ ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നവരുടെ ഉള്ളിലുണ്ടെങ്കിൽ
ഇത്രയേറെ കഴിവുകളുണ്ടായിട്ടും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇത്ര വലിയ സാധ്യതകൾ മുമ്പിൽ ഉണ്ടായിട്ടും എനിക്കൊരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഇടത്ത് എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആരുടെയെങ്കിലും ഉള്ളിൽ ഒരു വേദന ഉണ്ടെങ്കിൽ അസ്ത്രത്തിന് ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് പറയാനൊരു കഥയുണ്ട്. ഒരിക്കൽ മാത്രമാണ് ഉപയോഗിക്കപ്പെടുന്നതെങ്കിലും ആ ഉപയോഗിക്കപ്പെടുന്ന ചരിത്രം അസാധാരണമായി മാറിത്തീരും. വേദപുസ്തകവും ഈ കഥയും തമ്മിൽ എന്ത് ബന്ധമെന്നൊരു പക്ഷേ എൻ്റെ ശ്രോതാക്കൾ എന്നോട് ചോദിച്ചേക്കാം. വേദപുസ്തകത്തിൽ നൂറുകണക്ക് പ്രസംഗങ്ങൾ നടത്തിയ പത്രോസിനെ നമുക്ക് കാണാം, യോഹന്നാനെ കാണാം, അന്ത്രയോസിനെ കാണാം, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പലരെയും കാണാം. എന്നാൽ യേശു തിരഞ്ഞെടുത്തിട്ടില്ലാത്ത, യേശു നേരിട്ട് വന്ന് അഭിഷേകം കൊടുത്തിട്ടില്ലാത്ത, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തന്മാരുടെ കയ്യാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിരുദ്ധനുണ്ടായിരുന്നു. ഈ ഒരു ഇരുമ്പയിൽ നിന്ന് വെട്ടുമാറ്റിയ ഒരു അസ്ത്രം കണക്കെ മാറിയിരുന്നവൻ സ്തേഫാനോസ്. അധികം പ്രസംഗങ്ങളൊന്നും പ്രസംഗിച്ചില്ല, ഒരൊറ്റ തവണ മാത്രം ഉപയോഗിക്കപ്പെട്ടവൻ. പത്രോസിൻ്റെ എല്ലാ പ്രസംഗങ്ങളും വേദപുസ്തകത്തിലില്ല. യോഹന്നാൻ്റെ എല്ലാ വെളിപ്പാടുകളും വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. പൗലോസ് അപ്പോസ്തലൻ്റെ എല്ലാ വെളിപ്പാടുകളും വേദപുസ്തകത്തിൻ്റെ പേജിനകത്ത് ആലേഖനം ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ ചെയ്യാത്തത്, പൗലോസ് ചെയ്യാത്തത്, യോഹന്നാൻ ചെയ്യാത്തത് ഒരൊറ്റ പ്രസംഗത്തിനകത്തുകൂടെ ഇന്നും നമ്മുടെ നടുവിൽ വായിച്ച് നമുക്ക് ആവേശം കൊള്ളുന്ന അളവിൽ യഹൂദന്മാരുടെ മത വെറിക്കെതിരെ സംസാരിച്ച അതിശക്തമായൊരു ശബ്ദം, അതായിരുന്നു സ്തേഫാനോസിൻ്റെ ശബ്ദം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിലാണ് നമ്മൾ ആ പ്രസംഗം കാണുന്നത്. ഇത്രയധികം അടുക്കും ചിട്ടയോടും കൂടി പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ഏകീകരിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ സ്തേഫാനോസിന് മുമ്പ് ആരും നടത്തിയത് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയില്ല. അത്രമേൽ ശക്തമായ ആഴമേറിയ ഒരൊറ്റ പ്രസംഗത്തിന് വേണ്ടി ദൈവം സ്തേഫാനോസിൻ്റെ ജീവിതത്തെ മാറ്റിവെച്ചു. ഒരുപാട് കഴിവുകളുണ്ടായിട്ടും പാടാനും വായിക്കാനും പ്രസംഗിക്കാനും ശുശ്രൂഷിക്കാനും ഒരുപാട് വരങ്ങളുണ്ടായിട്ടും പ്രവചനവും രോഗസൗഖ്യവും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ടായിട്ടും വേണ്ടത്ര പോലെ അവസരങ്ങൾ ലഭിക്കാതെ, വേണ്ടത്ര പോലെ എവിടെയോ പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളൊരു വലിയ ഭയവും ഒരു പരാജയ ചിന്തയൊക്കെ ആയിട്ട് ആരെങ്കിലും, പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ സ്തേഫാനോസിൻ്റെ ജീവചരിത്രത്തിൽ നിന്നുകൊണ്ടും ആ വെട്ടിമാറ്റപ്പെട്ട അസ്ത്രത്തിൻ്റെ കഥയിൽ നിന്നുകൊണ്ടും ഞാൻ നിങ്ങളോടൊരു ആലോചന പറയാം. നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു ഡേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ നിങ്ങളുടെ പൂർവ്വശക്തിയെയും ലോകത്തിനു മുമ്പിൽ തെളിയിച്ച് കാണിച്ചു കൊടുക്കത്തക്ക അളവിൽ കർത്താവ് നിങ്ങൾ ഉപയോഗിക്കും. ആ ദിവസം ചരിത്രത്തിൻ്റെ ലിപികളിൽ എഴുതപ്പെടും. പ്രസംഗിക്കുന്ന 10,000ങ്ങളുടെ പ്രസംഗങ്ങൾ എഴുതപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ ഒറ്റ പ്രസംഗത്തെ എഴുതി വയ്ക്കാതെ ചരിത്രത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അച്ചടിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ പുസ്തകങ്ങളുടെയും താളുകൾ ലോകത്തെ ഒരുപാട് പേരെ സ്വാധീനിച്ചില്ല എങ്കിലും നിന്റെ ഒരൊറ്റ പുസ്തകത്തിനകത്തുകൂടെ അനേക ആൾക്കാരെ സ്വാധീനിക്കത്തക്ക അളവിൽ നിന്റെ എഴുത്തുകൾക്കകത്ത് ഒരു വലിയ ദൈവശക്തി വ്യാപരിക്കും. ഒരുപാട് പ്രവചനങ്ങൾ, ഒരുപാട് പ്രവാചകന്മാർ മണിക്കൂർ കണക്ക് പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോഴും നീ പ്രവചിക്കുന്ന ഒരൊറ്റ പ്രവചനത്തിനകത്ത് ലോകം നിന്റെ ചൊൽപ്പടിയിലാകുകയും കാൽ കീഴാകുകയും നിശ്ചലമാകുകയും ചെയ്യുന്നത് പോലെ നിന്റെ നാവിനെ ചരിത്രത്തിൽ ഒരു അത്ഭുതമായി ദൈവം മാറ്റും. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് നിങ്ങൾ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്? എവിടേക്കോ നിങ്ങൾ പിന്തള്ളപ്പെട്ടു പോയി. എനിക്കൊപ്പം ഇറങ്ങിയവർ എവിടേക്കോ ഓടി മുന്നേ എത്തി ബ്രദർ, എനിക്കൊപ്പം ഉണ്ടായിരുന്നവർ എവിടെയൊക്കെയോ കയറിപ്പോയി. സാരമില്ലെന്നേ, കറിക്കത്തിയും വെട്ടുകത്തിയും കോടാലിയുടെയും പോലെ അല്ല നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശം. നിങ്ങൾ ഒരു രാജ്യത്തെ സംരക്ഷിക്കുന്ന, ഒരിക്കൽ മാത്രം ഉപയോഗിക്കപ്പെടുന്നതാണെങ്കിലും ഒരു വലിയ വിജയത്തെ കൊണ്ടുവരുന്ന, ഒരു വലിയ വിപ്ലവത്തെ കൊണ്ടുവരുന്ന ഒരു മറഞ്ഞിരിക്കുന്ന ശബ്ദമാണ്. പരമാവധി ശക്തിയോടെ തയ്യാറെടുക്കുക, പ്രാർത്ഥിക്കുക, വായിക്കുക, എഴുതുക. നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയുമോ അങ്ങനെ നിങ്ങളുടെ മൂർച്ചയെ കൂട്ടിക്കൊണ്ടേയിരിക്കുക. പൂണിയിൽ നിന്ന് ആയുധമെടുത്ത് ലക്ഷ്യത്തിലേക്ക് തൊടുത്ത് അതിനെ ഉപയോഗിക്കുന്ന ഒരു വീരനെ പോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തെ എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും.